നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഡെയിലി ലൈഫ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സിൻ്റെ മറ്റൊരു സെഗ്മെൻറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സുസ്വാഗതം. നമ്മളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മളുടെ ചാനൽ റെഗുലറായി ലഭിക്കുവാനായി ഒപ്പം ചേർത്തിട്ടുള്ള ബെൽ ബട്ടണിൽ അമർത്തുക. എങ്കിൽ മാത്രമേ നമുക്ക് റെഗുലറായിട്ട് നമ്മളുടെ ക്ലാസ്സുകൾ നമ്മൾക്ക് ലഭിക്കുകയുള്ളൂ. നമ്മുടെ ക്ലാസ്സുകൾ മിസ്സാക്കാതെ കാണുക, ഒരു ക്ലാസ് പോലും മിസ്സാക്കാതിരിക്കുക. ഇൻ കേസ് നമ്മുടെ ക്ലാസ്സുകൾ മിസ്സായിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് ലിങ്കിൽ പോയി ആ ക്ലാസ്സുകൾ കാണാനായിട്ട് ശ്രമിക്കുക. ഞാൻ പല പ്രാവശ്യം പറയുകയുണ്ടായി, നമ്മൾ വളരെ ചെറുതായിട്ടുള്ള ചെറിയ കാര്യങ്ങളാണ് നിങ്ങളുമായി സംവദിക്കുന്നത്. ചെറിയ കാര്യങ്ങളിലൂടെ ഇംഗ്ലീഷ് എന്താണ്, ഇംഗ്ലീഷിനെ എങ്ങനെ നമ്മൾക്ക് അടുത്തറിയാം, ഇംഗ്ലീഷിനെ എങ്ങനെ നമുക്ക് സ്നേഹിക്കാം, ഇംഗ്ലീഷ് എങ്ങനെ നമുക്ക് അനായാസം കൈകാര്യം ചെയ്യാം, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഡെയിലി ലൈഫ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സ് നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. ഇതിൽ വലിയ ഗ്രാമർ കാര്യങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കടുകട്ടിയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല. വളരെ ലളിതമായ സരളമായ കാര്യങ്ങളിൽ കൂടിയാണ് നമ്മൾ നിങ്ങളുമായി സംവദിക്കുകയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മനസ്സിലാക്കി തരികയും ചെയ്യുന്നത്. ഞാൻ പറയുന്നത് നമ്മുടെ കോഴ്സ് എങ്ങനെയാണ്, നമ്മൾ കുത്തുകൾ യോജിപ്പിക്കുന്ന പോലെ എന്താണ് ചെയ്യുന്നത്, ജോയിനിങ് ദ ഡോട്ട്സ്. നമ്മൾ ചെറിയ കുത്തുകൾ യോജിപ്പിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ആ കുത്തുകൾ ഇങ്ങനെ യോജിപ്പിച്ച് വരുമ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യവും പറഞ്ഞത് വീണ്ടും ഐ എം റിപ്പീറ്റിംഗ് യു പീപ്പിൾ, നമുക്ക് ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു ചിത്രം നമുക്ക് ലഭിക്കും. ആ ചിത്രമാണ് നമ്മളുടെ ഇംഗ്ലീഷ് ഭാഷ. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ഭാഷയെ നമ്മൾ കൂടുതൽ അടുത്തറിയാനായിട്ട് ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഞാൻ ആൻഡ്, ഓറ്, അല്ലെങ്കിൽ വാട്ട്, വിച്ച്, വെന്ന്, വേറ്, അങ്ങനെ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഒറ്റയടിക്ക് ധാരാളം കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്കതൊക്കെ മനസ്സിലാക്കി എടുക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് വളരെ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുവാനായിട്ടാണ് ഞാൻ പറയുന്നത്. ആ ചെറിയ കാര്യങ്ങൾ മനസ്സിരുത്തി മനസ്സിലാക്കി പഠിക്കുക. നമുക്കിത് നേരിട്ട് ഇന്ന് ഞാൻ എപ്പോഴും ഞാൻ ചെറിയ കഥകളൊക്കെ പറയുന്നതാണ്, എന്താണ് ഇംഗ്ലീഷ്, അതിൻ്റെ ചില സവിശേഷതകളൊക്കെ പറയുന്നതാണ്. പക്ഷെ ഞാൻ ഇന്ന് ആ രീതിയിലേക്ക് ഞാൻ പോകുന്നില്ല. നമുക്ക് ഡയറക്റ്റ് ഇന്ന് ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇന്ന് ഞാൻ പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു കാര്യമാണ് പറയുന്നത്, ഏകവചനവും ബഹുവചനവും. നമ്മുടെ മലയാളത്തിൽ നമുക്ക് ഏകവചനമുണ്ട്, ബഹുവചനമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ ഭാഷയിലും ഇംഗ്ലീഷിൽ നമുക്ക് ഏകവചനമുണ്ട്, ബഹുവചനമുണ്ട്. ഏകവചനത്തിന് ഇംഗ്ലീഷിൽ എന്താണ്, ഏകമായിട്ടാണ് നമ്മൾ ഫോർ എക്സാമ്പിൾ വളരെ എളുപ്പം ഞാൻ പറയാൻ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഏകവചനം എന്ന് പറയാനായിട്ട് നമ്മൾ കല്യാണം കഴിച്ചതാണോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, ഞാൻ പറയുന്നു ഐ ആം സിംഗിൾ എന്താണ്, ഞാൻ തനിച്ചാണെന്നുള്ള കാര്യം. അപ്പോൾ അതിനകത്ത് ഒരു ചെറിയൊരു വേരിയേഷൻ വരുത്തിയാൽ മതി. സിംഗുലർ എന്നാണ്, സിംഗിൾ എന്നുള്ളതിനകത്ത് ചെറിയ ഒരു ഇട്ട് കഴിയുമ്പോൾ എന്താണ്, സിംഗുലർ എന്നുള്ളതാണ് ഏകവചനം. ബഹുവചനം എന്ന് പറഞ്ഞാൽ എന്താണ്, പ്ലൂറൽ എന്ന് പറഞ്ഞാൽ ബഹുവചനം. സിംഗുലർ എന്ന് പറഞ്ഞാൽ, അതായത് സിംഗിൾ എന്നുള്ളതിൻ്റെ മറ്റൊരു ഫോം മാത്രം കരുതിയാൽ മതി. സിംഗുലർ എന്ന് പറഞ്ഞാൽ ഏകവചനം, പ്ലൂറൽ എന്ന് പറഞ്ഞാൽ ബഹുവചനം. നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമ്മളെ കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ വലിയ ഗ്രാമർ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. പക്ഷേ നമ്മൾ ഏകവചനവും ബഹുവചനവും അറ്റ്ലീസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുവാനായിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ലളിതമായിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഏകവചനം, ബഹുവചനം, ദാറ്റ് മീൻസ് സിംഗുലർ ആൻഡ് പ്ലൂറൽ. അപ്പോൾ സിംഗുലർ എന്ന് പറഞ്ഞാൽ ഉള്ളതിനെ നമ്മൾ സിംഗുലർ എന്ന് പറയുന്നു, അതായത് ഏകവചനം എന്ന് പറയുന്നു. ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ അതിനെ നമ്മൾ പ്ലൂറൽ എന്ന് പറയുന്നു, അല്ലെങ്കിൽ ബഹുവചനം എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ, സിംഗുലർ ആൻഡ് പ്ലൂറൽ എന്ന് പറഞ്ഞാൽ ഏകവചനവും ബഹുവചനവും ആണ് എന്നുള്ളത്. അപ്പോൾ എന്താണ് അതിന് നമുക്കൊരു ഉദാഹരണം ഞാൻ പറയാം. എന്താണിത്, ഇത് പെന്നാണ്, ഇത് പേനയാണ്. അപ്പോൾ പേനയ്ക്ക് നമ്മൾ ബഹുവചനത്തിൽ എന്താണ് പറയുക, പേനകൾ, ശരിയല്ലേ? പേനയ്ക്ക് നമ്മൾ പേനകൾ എന്ന് പറയും. ഇതെന്താണ്, ഇത് ഫോണാണ്. അപ്പോൾ ഫോണുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് അതിന് പറയുക, അത് ബഹുവചനമാണ്. ഞാൻ പറഞ്ഞ് മനസ്സിലായല്ലേ, ഫോണുകൾ എന്ന് പറഞ്ഞാൽ അത് ബഹുവചനമായി. അപ്പോൾ ഇത് ഒരെണ്ണം ഉണ്ടെങ്കിൽ ഞാൻ വളരെ സിമ്പിളായിട്ട് ലളിതമായിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയുകയാണ്. നമ്മൾ സിംഗുലറായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ പെൻ എന്ന് പറഞ്ഞാൽ അത് സിംഗുലറാണ്. അപ്പോൾ അതിൻ്റെ പ്ലൂറൽ എന്ന് പറയുമ്പോൾ നമ്മൾ മോസ്റ്റ് ഓഫ് ദ വേർഡ്സ് നമ്മൾ ഇംഗ്ലീഷിൽ അതിൻ്റെ കൂടെ SO ESO ചേർക്കുമ്പോഴത് ബഹുവചനമായി കൺവേർട്ട് ചെയ്യപ്പെടുന്നു.
ചിലയിടത്ത് വി ഇ എസ് ഒക്കെ ചേർക്കുന്നുണ്ട്. നമ്മൾ അതൊന്നും നമ്മൾ നോക്കണ്ട. നമ്മൾ എസ് എന്നുള്ളൊരു ഫോം വന്നു എന്ന് മാത്രം നമ്മൾ കരുതുക. മിക്കവാറും ഉള്ളതിൻ്റെ കൂടെയെല്ലാം നമ്മൾ എസ് ചേർക്കുമ്പോൾ അത് പ്ലൂറലായി മാറുന്നു. പെന്ന് പെൻസ്, ബുക്ക് ബുക്സ്, പെൻസിൽ പെൻസിൽസ്, ബസ് ബസ്സസ്, കാർ കാർസ്, കീ കീസ്. അപ്പോൾ എന്തിൻ്റെ കൂടെയും എല്ലാം നമ്മൾ സംസാരിക്കുമ്പോഴുള്ള കാര്യം. അതിനകത്ത് സ്പെല്ലിംഗ് നമ്മൾ നമുക്കെന്താണ് സ്പെല്ലിംഗ് അല്ല നമ്മൾ പഠിക്കുന്നത്, നമ്മൾ അതിൻ്റെ പ്രയോഗമാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രയോഗം പഠിക്കുമ്പോൾ നമുക്ക് അവിടെ സ്പെല്ലിങ്ങിന് പ്രാധാന്യം നമ്മൾ നൽകുന്നില്ല. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. സിംഗുലർ എന്ന് പറഞ്ഞാൽ ഒന്ന്, പ്ലൂറൽ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം. ഒരു സിംഗുലറിനെ പ്ലൂറലാക്കി മാറ്റുവാനായിട്ട് അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചേർക്കണം? അതിൻ്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ് ചേർക്കണം. നമ്മൾ പക്ഷേ സംസാരിക്കുമ്പോൾ അതിനോട് എസ് ചേർത്തങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ ഉദാഹരണം കാർ കാർസ്, ബസ് ബസ്സസ്, പെൻ പെൻസ്, ബുക്ക് ബുക്സ്, ബാഗ് ബാഗ്സ്, അങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ എന്തിൻ്റെ കൂടെ നമ്മൾ എസ് അങ്ങ് ചേർത്തുള്ളൂ. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ എസ് ചേർക്കുക, അപ്പോൾ അത് പ്ലൂറലായി മാറും. വളരെ ലളിതമല്ലേ? ഇത് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. നമ്മൾ മുന്നോട്ട് നമ്മൾ പോകുമ്പോൾ നമുക്കിത് അറിയേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പിന്നെ ചില കാര്യങ്ങളുടെ കൂടെ നമ്മൾ എസ്സും ഇ എസും ഒന്നും പ്രയോഗിക്കേണ്ടതായിട്ടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അത് വളരെ ചെറിയ, വളരെ അത്യാവശ്യമുള്ള 3-4 കാര്യങ്ങളുണ്ട്. അത് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. അതിൽ ഒരെണ്ണം എന്താണെന്ന് ചോദിച്ചാൽ മാൻ. മാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പുരുഷന്മാരെ അല്ലെങ്കിൽ ആണുങ്ങളെയൊക്കെ നമ്മൾ മാൻ എന്ന് പറയും അല്ലേ? അത് നമ്മൾ പ്ലൂറലിലേക്ക് പ്രയോഗിക്കുമ്പോൾ മാൻസ് എന്ന് പറയില്ല. ഓർത്തു വയ്ക്കുക, മാൻ എന്ന് പറയുന്നതിൻ്റെ പ്ലൂറൽ മെൻ ആണ്. എന്താണ്? മെൻ. മാൻ എന്ന് പറഞ്ഞാൽ MAN, മെൻ എന്ന് പറഞ്ഞാൽ MEN. അപ്പം മാനിൻ്റെ പ്ലൂറൽ എന്താണ്? മെൻ. അപ്പോൾ മാനിൻ്റെ കൂടെ എസ് ചേർക്കുക. അതൊന്നാമത്തെ സംഗതി, മാൻ മെൻ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം നമ്മളത് ഓർക്കേണ്ട കാര്യം, ഓർത്തിരിക്കാൻ വേണ്ടി പറയുന്നത് കേട്ടോ. നമ്മൾ ഫൂട്ട്, നമ്മുടെ കാലിൽ നമ്മൾ എന്താണ് ഫൂട്ട് എന്ന് പറയും. അത് സിംഗുലറാണ്. അത് നമ്മൾ പ്ലൂറൽ ഫൂട്ട്സ് എന്ന് പറയില്ല. നമ്മൾ സിംഗുലർ മീൻസ് പ്ലൂറലാക്കാനായിട്ട്, അതിന് പ്ലൂറലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫീറ്റ് എന്നേ പറയാവുള്ളൂ. ഫൂട്ടിന് നമ്മൾ പ്ലൂറലാക്കുമ്പോൾ ഫീറ്റ് എന്നേ പറയാവുള്ളൂ. അതുപോലെ നമ്മുടെ പല്ലെന്താ പറയുക? ടൂത്ത്. അത് സിംഗുലറായിട്ട് നമ്മൾ പറയാം. നമ്മുടെ ഒരു പല്ല് പറിക്കും, നമ്മൾ വി ആർ ഗോയിങ് ടു റിമൂവ് 1 ടീത്ത്. അത് സിംഗുലറാണ്. അപ്പോൾ അതിന് വി ആർ ഗോയിങ് ടു റിമൂവ് ഓൾ, എന്താ പറയുക? മൊത്തം പല്ല് എടുക്കണമെങ്കിൽ ഓൾ ടൂത്ത് എന്നല്ല പറയുന്നത്. അവിടെ വരുമ്പോൾ നമ്മൾ പ്ലൂറൽ പറയുമ്പോൾ എന്താണ്? ടീത്ത്. ടീത്ത്. ടൂത്തിൻ്റെ പ്ലൂറൽ ബഹുവചനം ടീത്ത് ആണ്. ഓർത്തോണം. പിന്നെ നമുക്കൊന്ന് അറിയേണ്ട കാര്യം, നമ്മൾ സ്ത്രീകളെ നമ്മൾ പറയുന്നത് ലേഡി എന്ന് പറയും, ലേഡീസ് എന്ന് പറയും. അത് വേറെ കാര്യം. നമ്മൾ വുമൺ എന്ന് പ്രയോഗിച്ച് പറയുകയാണെങ്കിൽ, വുമൺ എന്ന് പ്രയോഗിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ പ്ലൂറൽ ഫോമിലേക്ക് നമ്മൾ പറയുമ്പോൾ തന്നെ അത് വുമൻ എന്നാണ് പറയുക. വുമൻ. അത് ജസ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടിയുള്ളൊരു കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഒരു വാക്കുണ്ട്, അത് നിങ്ങൾ ഓർത്തിരിക്കുക. നമ്മൾക്ക് സിംഗുലറും പ്ലൂറലും ഒരേപോലെയുള്ളൊരു വാക്ക്, നമ്മൾ ഓർക്കേണ്ട ഒരു വാക്ക്, നമ്മൾ പ്രയോഗിക്കുന്ന ഒരു വാക്കാണ് ന്യൂസ്. നമ്മുടെ വാർത്തയില്ലേ, വാർത്തകൾ. അത് സിംഗുലറും പ്ലൂറലും എന്താണ്? ഒന്ന് തന്നെയാണ്. ന്യൂസിന് സിംഗുലറിലും ന്യൂസാണ്, പ്ലൂറലിലും ന്യൂസാണ്. ഏകവചനത്തിലും ബഹുവചനത്തിലും വാർത്തകൾ തന്നെയാണ്. അതിന് പ്രത്യേകിച്ചൊരു ഫോമിൽ അത് ഓർത്ത് വെച്ച് കൊള്ളുക. മാൻ ഓർക്കുക, മാൻ, മെൻ, ഫുഡ്, ഫീറ്റ്, ടൂത്ത്, ടീത്ത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ. വുമൻ. ഇതൊന്ന് ഓർത്ത് മനസ്സിലൊന്ന് കരുതി വെച്ചോളാം. ഞാനിത് ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ പറയാം. അപ്പോൾ നമുക്ക് വേഗം അത് ഗ്രാസ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് വളരെ ലളിതമായ കാര്യങ്ങളാണ്. എന്താണ് സിംഗുലർ, എന്താണ് പ്ലൂറൽ, ഒരു സിംഗുലറിനെ എങ്ങനെ നമുക്ക് പ്ലൂറലായി കൺവേർട്ട് ചെയ്യാം വളരെ എളുപ്പത്തിൽ. എന്താ ചെയ്യേണ്ടത്? വെറുതെ എസ് അങ്ങ് ചേർത്ത് പറയുക. നമ്മുടെ സംസാരത്തിൽ നമ്മൾ മറ്റൊന്നും നോക്കേണ്ട കാര്യമില്ല. ഒരു സിംഗുലറിനെ പ്ലൂറലാക്കി പറയാൻ വേണ്ടി നമ്മൾ സംസാരിക്കുമ്പോൾ എസ് ചേർത്ത് പറയും. പക്ഷേ എഴുതുമ്പോൾ നമ്മൾ സ്പെല്ലിംഗ് നോക്കുന്നില്ല. അവിടെ ES ചിലപ്പോൾ നമുക്ക് എഴുതേണ്ടതായിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ പറയുമ്പോൾ ബോക്സസ്, ഫിഷസ്, അങ്ങനെ അങ്ങ് പറയാം. വൈഫ്സ്. അവിടെ പക്ഷേ വൈഫ് എന്നുള്ള കാര്യം WIFE ആണ്. പക്ഷേ എഴുതുമ്പം WIVES. അവിടെ വേറെ ഇതിലാണ് വരുന്നത്. പക്ഷെ നമ്മൾ പറയുമ്പോൾ എസ് മാത്രം നമ്മൾ പറയുക, അത്രയുള്ള പ്രൊണൗൺസിയേഷൻ മാത്രം നമ്മൾ ശ്രദ്ധിക്കുക. മറ്റൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. തലവേദന എടുക്കേണ്ട കാര്യങ്ങളൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമുക്കെന്താണ്? നന്നായി അനായാസം ഇംഗ്ലീഷ് സംസാരിക്കുക. പക്ഷേ അങ്ങനെ സംസാരിക്കുമ്പോൾ 1-2 വാക്കുകൾ ഞാൻ പറഞ്ഞ പോലെ ഈ ടൂത്ത്, ടീത്ത്, ന്യൂസ് എന്നുള്ള കാര്യം, മാൻ, മെൻ എന്നുള്ള കാര്യം, ഫൂട്ട്, ഫീറ്റ്, ഈ കാര്യങ്ങൾ മനസ്സിൽ ഓർത്ത് വെച്ചേക്കുക. ഈ വാക്കുകളുടെ കൂടെ ES അല്ല ചേർക്കേണ്ടത്. മാൻ ഞാൻ പറഞ്ഞു, മെന്ന്,
ഫൂട്ട് ഞാൻ പറഞ്ഞു, ഫീറ്റ്. ദെൻ ന്യൂസിന് ന്യൂസ് തന്നെയാണ് പറയുക. ടൂത്തിന് നമ്മൾ ടീത്ത് എന്നാണ് പറയുക. ഇത്രയും മാത്രം മനസ്സിലൊന്ന് ഓർത്ത് വെച്ചേക്കുക. ബാക്കി നമ്മൾ ഇത് ഞാൻ പറയാൻ കാര്യം, നമ്മൾ ഇനിയും വരുന്ന പാഠങ്ങൾ നമ്മൾ കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് ഇംഗ്ലീഷ് പാഠത്തിലേക്ക് ഇംഗ്ലീഷിനെ നമ്മൾ അനലൈസ് ചെയ്യുകയും പഠിക്കുകയും ചെയ്യാൻ പോവുകയാണ്. ഇനിയിപ്പം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഡോട്ടുകളൊക്കെ നമ്മൾ യോജിപ്പിക്കാറൊക്കെയായി നമുക്കിനി അത് യോജിപ്പിച്ച് പയ്യെ അങ്ങ് പറഞ്ഞ് സംസാരിച്ച് നമുക്ക് തുടങ്ങാം. അതിൻ്റെ മുന്നോടിയായിട്ടാണ് നമ്മളിന്ന് സിംഗുലർ ആൻഡ് പ്ലൂറലിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചത്. ഇതിൻ്റെ സെഗ്മെൻറ്റിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ അടുത്ത പ്രാവശ്യം ഏതാണ് അത്യാവശ്യം സിംഗുലർ ഏതൊക്കെയാണ്, അത്യാവശ്യം പ്ലൂറൽ ഏതൊക്കെയാണ്, അവിടെ എന്തൊക്കെയാണ് പ്രയോഗങ്ങൾ, ചെറിയ ചെറിയ സംഗതികളുണ്ട്, നമ്മുടെ സംസാരത്തിൽ വരുന്ന വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. വി വിൽ ലേൺ ഇൻ നെക്സ്റ്റ് ക്ലാസ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂടുതലായിട്ട് അവയെക്കുറിച്ചൊക്കെ പറയാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വിൽ മീറ്റ് വിത്ത് എ ഫണ്ടാസ്റ്റിക് ക്ലാസ് ഇൻ നെക്സ്റ്റ് സെഷൻ. താങ്ക് യു ഓൾ. ഹാവ് എ ഗ്രേറ്റ് ടൈം. താങ്ക് യു.